നമസ്കാരം. US-ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് മേഖലയിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ഗൾഫ് മേഖലയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ആക്രമണം. വ്യാഴാഴ്ച രാത്രി ഹോർമോസ് കടലിടുക്കിൽ ആരംഭിച്ച സംഘർഷം വെള്ളിയാഴ്ച പുലർച്ചെയോടെ UAE-ക്ക് നേരെയുള്ള മിസൈൽ ആക്രമണത്തിലേക്ക് വ്യാപിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏപ്രിൽ 8-ന് നിലവിൽ വന്ന സമാധാന കരാറിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നീക്കമാണിത്. വ്യാഴാഴ്ച രാത്രി ഇറാനിൽ നിന്നും UAE ലക്ഷ്യമാക്കി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി UAE പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഭീഷണികളെ വിജയകരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. മേഖലയിലെ തന്ത്രപ്രധാനമായ ഫുജേറ തുറമുഖത്തിന് സമീപമുള്ള കപ്പലുകളെയും ഇറാൻ ലക്ഷ്യം വെച്ചതായാണ് വിവരം. അതേസമയം ലോകത്തെ പ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമോസ് കടലിടുക്കിൽ വെച്ച് 3 US യുദ്ധക്കപ്പലുകൾക്ക് അഥവാ ഡിസ്ട്രോയറുകൾ നേരെ ഇറാൻ ആക്രമണം നടത്തിയതായാണ് സംഘർഷത്തിന്റെ തുടക്കം. മിസൈലുകളും ഡ്രോണുകളും അതിവേഗ ബോട്ടുകളും ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ കപ്പലുകളെ നേരിട്ടത്. ഇതിന് മറുപടിയായി ഇറാനിലെ ക്യൂഷം ദ്വീപ്, ബന്ദർ അബ്ബാസ്, സിറിക്, ബന്ദർ ഖമീർ എന്നിവിടങ്ങളിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ വ്യോമസേന മിന്നലാക്രമണം നടത്തി. അമേരിക്കൻ നാവികസേനയെ ആക്രമിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന സൈനിക താവളങ്ങളെയാണ് തങ്ങൾ തകർത്തതെന്ന് US സെൻട്രൽ കമാൻഡും വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതാണ് വെടിനിർത്തൽ ലംഘിക്കാൻ കാരണമായതെന്നാണ് ഇറാന്റെ ആരോപണം. US ആക്രമണത്തിൽ തങ്ങളുടെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചബഹാർ തുറമുഖത്തിന് തെക്ക് ഭാഗത്തുള്ള അമേരിക്കൻ കപ്പലുകൾക്ക് കാര്യമായ നാശനഷ്ടം വരുത്തിയതായും ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ വക്താവ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ടെഹ്റാന് മുകളിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US-ഇസ്രയേൽ ഇറാൻ യുദ്ധം ആഗോള എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിച്ചിരുന്നു. ആഴ്ചകൾ നീണ്ട യുദ്ധത്തിന് ശേഷം ഏപ്രിലിൽ ഉണ്ടാക്കിയ താൽക്കാലിക സമാധാനമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. എന്നാൽ നിലവിലെ ആക്രമണങ്ങളെ നിസ്സാരമെന്ന് വിശേഷിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ എപ്പോഴും നിലനിൽക്കുന്നതായാണ് താൻ കരുതുന്നതെന്നാണ് പ്രതികരിച്ചത്. ഇറാനുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്കിലും തന്ത്രപ്രധാനമായ കടലിടുക്കിലെ പുതിയ സംഘർഷം ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഏപ്രിൽ നിലവിൽ വന്ന താൽക്കാലിക സമാധാന കരാറിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധപ്രതീതി പടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ US കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണവും UAE ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ മിസൈൽ, ഡ്രോൺ നീക്കങ്ങളും മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ സങ്കീർണമാക്കിയിരിക്കുന്നു. അമേരിക്കൻ തിരിച്ചടിയും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും തുടരുമ്പോഴും വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നിട്ടില്ലെന്ന US പ്രസിഡന്റിന്റെ പ്രസ്താവന ചർച്ചകൾക്കുള്ള നേരിയ സാധ്യത നിലനിർത്തുന്നുണ്ട്. എങ്കിലും ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയും നേരിട്ട് ബാധിക്കുന്ന ഈ സംഘർഷം ഉടനടി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഗൾഫ് മേഖല വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യത ഏറെയുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്.